വൈറ്റ് ഡ്രസ് 150 രൂപയുള്ളൂ. എല്ലാം എടുക്കാൻ തോന്നും, പക്ഷെ നമ്മൾ മനസ്സ് കൈവിടരുത്. നല്ല രസം, നല്ല ഭംഗിയുണ്ട്. ഒരു കൊല്ലത്തേക്ക് ഞാൻ ഈ ഷോപ്പ് ചെയ്യില്ല. എല്ലാം എടുത്തിട്ട് പോകാൻ തോന്നും, പക്ഷെ നമുക്ക് ബാഗേജ് അത്ര കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് ലിമിറ്റഡ് ആയിട്ട് എടുക്കാൻ പാടുള്ളൂ. 50 രൂപയുടെ ജാക്കറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്. ഒരാള് താഴത്ത് നിന്ന് 30 രൂപയുള്ളോട്ടോ. ഞാൻ ഷോപ്പ് ഹോളിക്കാന്ന് പറഞ്ഞു. അത് സത്യല്ലേ? ഞാൻ നാട്ടിൽ വെച്ച് ഇങ്ങനെ ഷോപ്പ് ചെയ്യാറുണ്ടോ? നാട്ടിൽ വെച്ച് ഷോപ്പ് ചെയ്യാറില്ല. കാരണം എന്തുകൊണ്ടാ സമയില്ല, ജോലി കഴിഞ്ഞിട്ട് സമയില്ലാത്താറുണ്ട്. അങ്ങനെ ആ മോതിരം മെഹനു വാങ്ങിച്ചു. മെഹനുവിനെ ഇവിടെ കൊണ്ടുവരുന്നത് ഡേഞ്ചറാണ്. ഒരു ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുള്ളൂ, അതിന്റെ അനുഭവിച്ചത് ഞാനാ. അന്നൊരു കാര്യം ചെയ്യട്ടെ, കഴിഞ്ഞ വർഷം ചാന്ദിനി ചോക്കിൽ നീ ഒരു ചേച്ചിനെ ഇടിച്ചിട്ടില്ലേ? കണ്ട ആള് അടിപൊളി. ഈ സൈഡ് നോക്കിയ കാർക്കിച്ച് തുപ്പിയ വിമലുകള്, പുറത്തെ സൈഡ് നോക്കിയ ഈ ബ്ലോക്ക് ഉണ്ടോ? അപ്പൊ എങ്ങനെ കിടക്കണേ എന്നറിയാം. ശരി, വെൽക്കം ടു ടിഫി വ്ലോഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ചാലക്കുടിക്കാരൻ. അപ്പോൾ ദേ മെഹനു നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡൽഹിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. ഈ ബ്ലോക്ക് ഉണ്ടോ? അപ്പോൾ എങ്ങനെ കിടക്കണേ എന്നറിയാം. ശരി, ഇങ്ങനെയാണ് നമുക്കിവിടെ പോകാൻ പറ്റുള്ളൂ. കണ്ട അമ്മാരി ബ്ലോക്കാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ. മെഹനു ഇവിടെ കയറിയിട്ടുണ്ട്. നമുക്ക് CP-യിലേക്ക് പോവാം. നമ്മൾ ആ സിഗ്നൽ വരെ മാത്രമാണ് പോടുള്ളൂ. 20 രൂപ കൊടുത്താൽ മതി. അതിൽ 5 രൂപ എൻ്റെ ചില്ലറ ഉണ്ട്. ചിലപ്പോൾ കളഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അവിടെ ചാച്ചയ്ക്ക് കൊടുക്കുന്നതാണ്. എങ്ങനെയുണ്ട്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഡൽഹി ഇത്രയും പൊല്യൂട്ടഡ് ആണ്, ശ്വാസമുട്ടുണ്ടാവുന്ന സ്ഥലമാണ്, എന്നിട്ട് എന്തുകൊണ്ട് ഡൽഹിനെ എത്ര ഇഷ്ടം? ആണോ? ഇത്രയും പൊല്യൂഷൻ ഉള്ള നല്ല സ്ഥലമായതുകൊണ്ട്. പക്ഷെ ഞാൻ ഒരു സത്യം പറയട്ടെ, ഒറ്റൊരു കാര്യം കൊണ്ടാണ് മെഹനുവിന് ഡൽഹി ഇഷ്ടം. മാഗി മാത്രമല്ല, പർച്ചേസ് സരോജിനി മാർക്കറ്റ്. ഈ ഒറ്റൊരു കാര്യം. ആൾക്ക് ഡൽഹി വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മറ്റേ ഫേമസ് സ്ഥലങ്ങളൊന്നും കണ്ട, ഇന്ത്യ ഗേറ്റ് കണ്ട ഒന്നും കണ്ട, ആൾക്ക് റെഡ് ഫോർട്ട് കണ്ട ഒന്നും കണ്ട, ആൾക്ക് സരോജിനി മാർക്കറ്റിൽ, അതായത് നമ്മൾ ഡൽഹിയിൽ ഒരു മാസം ഉണ്ടെങ്കിൽ ആ ഒരു മാസം ആൾക്ക് സരോജിനി മാർക്കറ്റ് മാത്രം കണ്ടാൽ മതി. അടിപൊളി. നമ്മൾ CP-യിൽ എത്തിയിരുന്നു കേട്ടോ. ഇതാണ് കൊണോട്ട് പ്ലേസ്, ഡൽഹിയുടെ മെയിൻ ഏരിയ ആണ്. ഗാഡി വെക്കാം ഭയ്യ, ഗാഡി. ഓക്കെ ഭയ്യ, ടാറ്റാ ചാച്ചാ. ഓക്കെ ചാച്ചാ. ഇവിടെ ഇന്നലെ വന്ന സ്ഥലം തന്നെയാണ്. മെഹനുവിന് ഇവിടെ ഒരു സ്റ്റാർട്ടിങ് ഫുഡ് ഉണ്ട്. അത് കഴിച്ചിട്ട് ആള് ഡൽഹി മൊത്തം കറങ്ങാറുള്ളൂ. മെഹനുവിൻ്റെ ചീസ് മാഗി നൂഡിൽസ് വന്നിട്ട് മുഖം കാണിച്ച ചിരിക്ക് ആളുടെ മെയിൻ ഫുഡാണ്. ഇത് കഴിച്ചിട്ടുള്ളൂ ആൾക്ക് ഡൽഹി എന്തും കറങ്ങാലും അല്ലേ? അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ CP കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വഴി എത്ര തവണ നടന്നിട്ടുണ്ടെന്നറിയോ? എല്ലാ പ്രാവശ്യം നടക്കുമ്പോഴും പറയണ ഒരു കാര്യമുണ്ട്. ഈ ഒറ്റൊരു കാര്യത്തിലാണ് എനിക്ക് ഈ CP-നെ ഇഷ്ടപ്പെടാത്തത്. വേറെ ഒന്നുമില്ല. ഈ സൈഡ് നോക്കി കാർക്കിച്ച് തുപ്പിയ വിമലുകൾ, പുറത്തെ സൈഡ് നോക്കി. ഈ ഡൽഹിയുടെ സംസ്കാരം അറിയണമെങ്കിൽ ആ ഒറ്റൊരു കാര്യം നോക്കിയാൽ മതി. വളരെ മോശമാണ് ആൾക്കാരുടെ. കേരളത്തിൽ എന്തുകൊണ്ട് ഇതൊന്നും കാണാത്തത്? എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇവിടുന്ന് ഒരു മിഠായി കഴിച്ചില്ല, മറ്റേ പൊട്ടണത്, അപ്പോൾ ഒട്ടിച്ചിട്ട് വേസ്റ്റിലേക്ക് ഇടാൻ പോയതാ. മെഹനുവിന് ഇവിടെ നിർത്തിയതാണ് കേട്ടോ. ആളെ ഇതേ അവിടെ ഇതാണ്. ആള് പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് മിസ്സിങ് ആവും. ഇവിടെ എന്തെങ്കിലും ബലൂൺ തൂക്കിയിട്ടോ, എന്നാലും ആളെ കണ്ടെത്താനൊക്കെ പറ്റുള്ളൂ. ഞങ്ങൾ പോവാൻ പോണ സ്ഥലത്തിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. എവിടേക്ക് പോണേ? സരോജിനി മാർക്കറ്റിലേക്കാണ് നമ്മൾ പോകാൻ പോണേ. അതിന് ഡൽഹിയിൽ എത്തിയിട്ട് ഫസ്റ്റ് പോണ സ്ഥലം അതാണ്. രാജീവ് ചോക്ക് മെട്രോ സ്റ്റേഷനിലെത്തി. ഡൽഹിയിലത്തെ സെൻറ്റർ ഓഫ് ദി മെട്രോ എന്ന് പറയാം രാജീവ് ചോക്ക്. നമ്മൾ സരോജിനി നഗർ എത്തിട്ടോ. എന്ത് തിരക്കാണെന്നറിയോ? അതൊക്കെ നടക്കാം. വന്ന വശം തന്നെ ഇഷ്ടം പോലെ വ്യക്തികളാണ് ഇവിടെ ഉള്ളത്. പോകുന്ന വഴി സോക്സ് സ്റ്റാർട്ടിങ് തന്നെ ആയിട്ടോ. ഇന്ന് ഒടുക്കത്തെ തിരക്കാ. ഇവിടുത്തെ തിരക്കൊന്നും നോക്കിയേ. ഇന്നത്തെ ദിവസം ശനിയാഴ്ചയാണ്, അതുകൊണ്ടാണ് ഇത്ര തിരക്ക്. ഇതിവിടെ വിന്റർ ജാക്കറ്റ്സ് കാര്യങ്ങളെല്ലാം കിട്ടും. 200 രൂപയുള്ളൂ. ഇവിടെ ലേഡീസ് ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. 100 രൂപയുള്ളൂ കേട്ടോ.
അതിനെങ്ങനെയുണ്ട്? ഞാന് ഒരു 100 യൂട്യൂബ് വ്ളോഗ് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് എല്ലാ സ്ഥലവും കാണപ്പെടാം. അടിപൊളി. ഇതന്നെ ഡൽഹിയിൽ പ്ലാൻ ചെയ്തപ്പോ വ്ളോഗ് മൊത്തം ഇരുന്ന് കാണാണ്. ഇതില് ഞാനുണ്ടാവൂല. ഓരോന്നിനും എത്ര രൂപ ഉണ്ടെന്ന് എനിക്ക് കാണപ്പെടാ. നന്നായിട്ട്. ഈ വ്ളോഗിൽ എന്നെ കാണാൻ ചാൻസ് ഇല്ല. ഇത് മെഹനുവിന് മാത്രമുള്ള ഒരു വ്ളോഗാണ്. കാരണം മെഹനുവിന് വേണ്ടി മാത്രമാണ് ഇവിടേക്ക് വന്നേക്കണേ. മെഹനുവിനൊക്കെ വഴി തെറ്റിപ്പോതാണ്. ഇതാളെ കാണാണ്ട്. ആളിവിടെ ഇടിയും ബഹളാണ്. ഇതിട്ടാ ഇവിടെ നോക്കിയേ എന്ത് തിരക്കാലേ. വർക്കിംഗ് ഡേയില് വരണായിരുന്നു. ഹോളിഡേസിൽ വന്നു കഴിഞ്ഞാൽ പണി പാടും. ഇവിടെ ഏറ്റവും തിരക്ക് കുറവും ഏറ്റവും നല്ല ഡീല് കിട്ടണത് മൺഡേ മാർക്കറ്റ്. ഇതൊക്കെ എങ്ങനെ അറിയാം? എല്ലാം യൂട്യൂബ് വ്ളോഗിൽ നിന്ന് കണ്ടോണ്ടിരിക്കാം. ഇവിടെ ജാക്കറ്റ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഏറ്റവും തിരക്ക് കുറവും മൺഡേ രാവിലെ വരുമ്പോഴാണ്. 11 മണിക്ക് സരോജിനി ഓപ്പൺ ചെയ്യാം. 11 മണി സമയത്ത് മൺഡേ വന്നു കഴിഞ്ഞാൽ ഈ തിരക്കിന്റെ ഇടയില് സാധനങ്ങളെല്ലാം അടിച്ചു മാറ്റുന്നത് കണ്ടോ? എന്റെ അവസ്ഥ. ഇത് എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇതൊക്കെ നോക്കി ഇതെടുക്കും. നമുക്ക് ഉള്ളിൽ കയറാം. സരോജിനിയുടെ ഉള്ളിലും പോലെ എത്തിയിട്ടില്ല. സരോജിനിയുടെ എൻട്രൻസ് അവിടെയാണ് കേട്ടോ. മെട്രോയുടെ അടുത്തുള്ള സ്ഥലത്തിൽ നിന്നാണ് ഇത്രയും നേരെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് തിരക്കിന്റെ ഇടയിൽ ഇത്ര തിരക്കാണ്. നമ്മൾ പറഞ്ഞ ആ സരോജിനി മാർക്കറ്റ് എത്തി. തിരക്കൊന്നും നോക്കിയേ. ശെറ്റപ്പൊന്നെ ഈ തിരക്കിന്റെ ഉള്ളിൽ കൂടെ വരണം. മെഹനു കണ്ടോ? ആളൊരു ലോകത്താ. ആള് ആരെയും തോന്നില്ല. ആൾക്കാരൊക്കെ ഇടിച്ചിട്ടൊക്കെ പോവാ. കഴിഞ്ഞ പ്രാവശ്യം ഡൽഹിയിൽ അതൊരു ചാതിരി തോക്കിൽ ഒരു ചേച്ചിനെ ഇടിച്ചിട്ട ആളാ. മാർക്കറ്റിലെ കാര്യങ്ങളെല്ലാം നോക്കാം. എന്റെ പൊന്നെ നമുക്ക് സാധനങ്ങളെല്ലാം എടുക്കാം. ഇവിടെ 300 രൂപ ഡ്രസ്സിനുള്ള കേട്ടോ. മെഹനു കണ്ടോ? ഇതൊക്കെ നോക്കി ആള് പുറം ലോകം കാണണ്ട. അടിച്ചു മാറ്റിയ സാധനങ്ങള് എന്റെ ഇവിടെ 300 രൂപ. ലേഡീസ് പാന്റിന് 20 രൂപ. 200 രൂപ. 20 അല്ല 200 രൂപ ഈ സാധനത്തിന്. വൈറ്റ് ഡ്രസ് 150 രൂപയുള്ളൂ. എങ്ങനെയുണ്ട്? നല്ല ടോപ്പല്ലേ? ഇത് ഇഷ്ടായോ? കാണിച്ചേ. ക്യൂട്ടായിട്ടില്ലേ? എല്ലാം ഉണ്ട്. സ്ട്രഗ് അങ്ങോട്ട് പോയി. ഇല്ല, സ്ട്രഗ് ഇവിടെ എവിടെയോ. സ്ട്രഗ് എല്ലാം എടുക്കാൻ തോന്നും, പക്ഷെ നമ്മൾ മനസ്സ് കൈവിടരുത്. ഈ കൈവിടും. ഈ പ്രൈസ് ഇതൊക്കെ കാണുമ്പോ കൈവിടും, പക്ഷെ നമ്മൾ കൺട്രോൾ ചെയ്യണം. അങ്ങനെ മെഹനു എത്ര എണ്ണം എടുത്തു? കൊറേ എടുക്കാൻ തോന്നി. നല്ല രസമുണ്ട്. എല്ലാം നല്ല ഭംഗിയുണ്ട്. ഒരു കൊല്ലത്തൊക്കെ ഞാൻ ഈ ഷോപ്പ് ചെയ്യില്ല. എല്ലാം എടുത്തിട്ട് പോവാൻ തോന്നും, പക്ഷെ നമുക്ക് ബാഗേജ് അത്രയും കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് ലിമിറ്റഡ് ആയിട്ട് എടുക്കാൻ പാടുള്ളൂ. 2 ജാക്കറ്റ് ഇതിന് 50 രൂപയുള്ളൂ കേട്ടോ. 50 രൂപയുടെ ജാക്കറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്. 2 എണ്ണം വാങ്ങിച്ചു. ഒരാള് താഴത്ത് നിന്ന് സെലക്ട് ചെയ്ത് കൊണ്ടതേക്കാം. ഇതിനെല്ലാത്തിനും 30 രൂപയുള്ളൂ കേട്ടോ. അവിടെ ആൾക്കാർ ഓടുന്ന കണ്ടില്ലേ? ഇതവിടെ ഇവിടെ ആൾക്കാർ റോഡ് സൈഡിൽ നിന്നൊക്കെ മാറ്റിയിട്ട്, കാരണം അവിടെ പോലീസുകാർ വന്നു ഈ റോഡ് സൈഡിലുള്ളവരെ പൊക്കാൻ വേണ്ടി. എല്ലാരും അവിടെ ഓടിക്കൊണ്ട് മുമ്പിയൊക്കെ വെച്ച് ഓടുന്ന കണ്ടില്ലേ? എന്താ എല്ലാം എടുത്തിട്ട് ഓടി. അവിടെ ഡ്രസ്സൊക്കെ വന്ന് ഓട്ടുന്നു. അവിടെ ഒരു വണ്ടി പോകുന്ന കണ്ടില്ലേ? ആ വണ്ടി മൊത്തം സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ അങ്ങനെ സരോജിനി നഗരത്തെ ഷോപ്പിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് റൂമിലെത്തിയിട്ട് മെഹനു എല്ലാം ഡ്രസ്സ് ട്രൈ ചെയ്ത് നോക്കി. എങ്ങനെയുണ്ട് അഭിപ്രായം? എല്ലാം നല്ല ഡ്രസ്സുകളാണ്. എല്ലാം എനിക്ക് കറക്റ്റ് ആയിരുന്നു. ഒന്നും സരോജിനി നഗറിൽ ഒന്നും ഇട്ട് നോക്കിയില്ലായിരുന്നു, പക്ഷെ വാങ്ങിച്ചതെല്ലാം കറക്റ്റ് ആണ്. അവിടെ ജാക്കറ്റ്സ് 50 രൂപയ്ക്കും കിട്ടിട്ടോ.
അതൊക്കെ കിട്ടിയില്ലനായി, ഭയങ്കര വലിയ ഡീലായി. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് രാജീവ് ചോക്കിലേക്കാണ്. രാജീവ് ചോക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ നമ്മൾ രാജീവ് ചോക്ക് മെട്രോ പിടിച്ചിട്ടാണ് സരോജിനി നഗറിൽ പോയത്. രാജീവ് ചോക്കിന്റെ നൈറ്റ് വേറൊരു വൈബാണ്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് എല്ലാരും ജോലി കഴിഞ്ഞ് വന്ന് ഹാപ്പനിങ് പ്ലേസ് ആണ്. പിന്നെ കുറെ ഫുഡും കാര്യങ്ങളും ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് രാജീവ് ചോക്കിന്റെ അവിടുത്തെ CP. ഇത് കൊണാട്ട് പ്ലേസ് എന്നാ പറയാ. ഡൽഹിയുടെ ഒരു മെയിൻ ഏരിയ ആണ് CP. എന്ത് തിരക്കാണെന്ന് നോക്കിയേ. ഇവിടെ ഷോപ്പിങ്ങും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് ഇവിടെ വാങ്ങിക്കുന്നത് നഷ്ടമാണ്. ഇത് എവിടെ നിന്ന് വാങ്ങിക്കുന്ന ലാഭം? സരോജിനി നഗർ അടിപൊളിയാണ്. അപ്പൊ ഇത് ഇവിടെ വിന്റർ ക്യാപ്സ് കാര്യങ്ങളല്ലാണ്ട് ഇതെല്ലാം നമ്മൾ വാങ്ങിച്ചായിരുന്നു. വിന്റർ ക്യാപ്സിന് 100 രൂപയ്ക്കേ ഉള്ളൂ സരോജിനി നഗറിൽ. ഈ CPയുടെ അവിടെ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് സെന്റർ ആണ് കേട്ടോ. വൃത്തിയുണ്ട്. പക്ഷെ ഇതൊക്കെ നോക്കണ്ട, ഇതിനൊക്കെ അക്രമമാണ് സരോജിനി നഗറിലൊക്കെ വൃത്തിയില്ലായ്മ. ഇതൊക്കെയും ഓൾമോസ്റ്റ് വൃത്തിയുള്ള സ്ഥലമാണ്. അപ്പൊ എന്താണ് പറയാനുള്ളത് ഡൽഹിനെ കുറിച്ച് മാനു? ഡൽഹി എനിക്ക് പണ്ടേ ഇഷ്ടമാണല്ലോ. ഫസ്റ്റ് ടൈം വന്നപ്പോഴേ. ഈ പ്രാവശ്യം എങ്ങനെയുണ്ട്? ഇപ്രാവശ്യം ഇഷ്ടാ. അടിപൊളിയാ. തണുപ്പില്ല, പക്ഷെ കൊള്ളാം. അപ്പൊ ഇത് ഓരോ ബ്ലോക്കുകളാണ് കേട്ടോ ഈ CPയിൽ വരുന്നത്. B ബ്ലോക്ക്, C ബ്ലോക്ക്, A ബ്ലോക്ക് എന്ന് പറയാം. ഓരോ ബ്ലോക്കിൽ ഓരോ ഷോപ്പിംഗ് സെന്റർ ആണ്. മെഹന് അവിടെ ഷോപ്പിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ആ മോതിരം മെഹന് വാങ്ങിച്ചു. മെഹനുവിനെ ഇവിടെ കൊണ്ടുവരുന്നത് ഡേഞ്ചറാണ്. ഒരു ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുള്ളൂ, അതിന്റെ അനുഭവിച്ചത് ഞാനാ. പുറകിലും നടന്ന് ഷോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞ ഒരു ബോധവുമില്ല. ആള് മറ്റുള്ളവർ ഇടിച്ചിട്ടൊക്കെ ഇട്ടിട്ടാണ് ഇതാവാ. ഞാൻ ഇടയ്ക്ക് മെഹനുവിനെ മിസ്സാവും അല്ലേ? സത്യല്ലേ ഞാൻ പറയണേ? ഇതാണ് വാങ്ങിച്ചേക്കണേ. ഇതാണ് ആള് വാങ്ങിച്ചേക്കണേ മോതിരം. ഇനി അടുത്ത് ഫുഡ് കഴിക്കല് മാത്രമേ ഉള്ളൂ, ഒന്നും വാങ്ങിക്കാനില്ല കേട്ടോ. ഞാൻ ഡൽഹി വന്നിട്ട് സരോജിനി പോണോണ്ട് എന്റെ സാലറിന്ന് മാറ്റി 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 വെച്ച പൈസക്കാണ് ഞാൻ വാങ്ങിച്ചത്. അതിന്റെ പ്രശ്നമൊന്നും എനിക്കില്ല. പൈസയുടെ കാര്യത്തിനല്ല സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാ ആളൊരു എന്താ പറയാ ഒന്നും നോക്കില്ല. ആണോ? അതൊക്കെ എല്ലാരും നോട്ടൊന്നുമില്ല. നേരെ അങ്ങോട്ട് പോയി മറ്റുള്ളവർ ഇടിച്ചിട്ടൊക്കെയാണ് ആള് ഷോപ്പിംഗ് ചെയ്യണത്. സത്യം മോൾക്കറിയാം. നാട്ടു റോട്ടിലൊക്കെ വെച്ചിട്ടാണ് സ്ക്രീൻഷോട്ടൊക്കെ ചെയ്യണ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. സരോജിനിയില് ഭയങ്കര തിരക്കായിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, തിരക്കാണെങ്കിൽ നാട്ടു റോട്ടിൽ ഭയങ്കര തിരക്കാ. അവിടെ തന്നെ നിന്നിട്ട് ബാക്കിലുള്ളവരെ ബ്ലോക്ക് ചെയ്തിട്ടൊക്കെ ആയിരുന്നു. കോമഡി. അന്നൊരു കാര്യം ചെയ്യട്ടെ, കഴിഞ്ഞ വർഷം ചാന്ദിനി ചോക്കിൽ നീ ഒരു ചേച്ചിനെ ഇടിച്ചിട്ടില്ലേ? കണ്ട ആള് അടിപൊളി. CPയില് അടുത്തൊരു ഇതാണ് പാട്ട് പാടൽ കാര്യങ്ങള്. ഇതോടെ പോലീസുകാരെല്ലാരും ബ്ലോക്ക് ചെയ്ത് പാട്ട് പാടുന്നത്. അപ്പൊ എല്ലാവരുടെ അടുത്ത് പോവാൻ പറയുന്നു പോലീസുകാര്. പാവങ്ങള് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല. CPയില് ഫേമസ് ആയിട്ടുള്ള ഒരു ഡാൻസർ ഉണ്ട് അല്ല മേനു? അവരുടെ പേര് ഞാൻ വിട്ടു. മിക്കൊരു ഓൾമോസ്റ്റ് ഇൻസ്റ്റയില് കണ്ടിട്ടുണ്ടാവും. 1 മില്യൺ 2 മില്യൺ എത്ര എന്തോ ഫോളോവേഴ്സ് ഉണ്ട്. പാട്ട് പാടും. ഞാന് ആളെ കാണുമ്പോ ആൾക്ക് അത്രയും ഫോളോവേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ആളെ കുറിച്ച് അറിയുണ്ടായിരുന്നില്ല. ആളിങ്ങനെ സ്ട്രീറ്റില് ഡാൻസ് കളിക്കുന്നു. പിന്നെ ഞാൻ അൺഎക്സ്പെക്ടഡ്ലി ആണ് ഞാൻ ഇൻസ്റ്റയില് കണ്ടേക്കണേ. എന്നിട്ട് ഇവനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി കാര്യങ്ങളെല്ലാം വന്നു. അവൻ നല്ല രീതിയിലുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺ, റിച്ച് ഫാമിലിയിൽ നിന്നാണ്. ആള് ഇവിടേക്ക് വന്നേക്കുന്നത് മ്യൂസിക് ആർട്ടിനെ പ്രൊമോട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെയാണെന്നാ പറയണേ. അതെ, ഈ മാഗ്നറ്റും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. 50 രൂപയാണ് ഒരു മാഗ്നറ്റിന് വരുന്നത്. ആ പുള്ളി ഹിമാചലിയാണ്. അതാണ് അവന് ഭയങ്കര പീസ്ഫുൾ ആയിട്ട് സംസാരിക്കണം. താങ്ക് യു. ബൈ. അപ്പൊ ഇനി എന്തൊക്കെയോ വാങ്ങിക്കുക. ഇതൊക്കെ എന്താ കുത്തി നിറച്ചു പോണല്ലോ. നമ്മള് ഡൽഹിയിലേക്ക് വീണ്ടും ഞാനായിട്ട് വാങ്ങിച്ചാലോ? മോൻ എല്ലാ ട്രിപ്പിനും വാങ്ങിക്കാറുള്ളതാ. ഞാൻ ഇത് മുമ്പൊന്നും വാങ്ങിച്ചു. എത്ര നാളെ ഡൽഹിയിൽ വന്നിട്ട് ഞാൻ വാങ്ങിച്ചിട്ട് പോലില്ല. അത് മോള് ആണ് എനിക്ക് ആ ശീലം പഠിപ്പിച്ചത്. ഞാൻ വാങ്ങിക്കാറും പോലില്ല. ദുബായ് പോയപ്പോഴും ഞാൻ വാങ്ങിച്ചിട്ടൊന്നുമില്ല. ശ്രീലങ്കയിൽ പോയപ്പോ ആ ശീലം എനിക്ക് കിട്ടി. അതുകൊണ്ടാണ് വാങ്ങിച്ചത്. ബെറ്റാണല്ലോ. ഇനി മോനോട് പറയും മേനു അത് വാങ്ങിച്ചാലോ, മേനു ഇത് വാങ്ങിച്ചാലോ. അടിപൊളി. ഞാൻ പറയുമല്ലേ നന്നായി. ഞാനൊരു മോതിരവും ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റും വാങ്ങിച്ചാൽ മോനി കണക്ക് പറയണേ. ഞാൻ കണക്ക് പറഞ്ഞില്ലല്ലോ. ഞാൻ ഷോപ്പ് ഹോളിക്കാന്ന് പറഞ്ഞു. അത് സത്യല്ലേ? അല്ല, അത് വളരെയധികം സത്യമാണ്. ഞാൻ നാട്ടിൽ വെച്ച് ഇങ്ങനെ ഷോപ്പ് ചെയ്യാറുണ്ടോ? നാട്ടിൽ വെച്ച് ഷോപ്പ് ചെയ്യാറില്ല. കാരണം എന്തുകൊണ്ട് സമയമില്ല. ജോലി കഴിഞ്ഞിട്ട് സമയമില്ലാത്തതുകൊണ്ട്
അടിപൊളി. അപ്പൊ കണ്ടില്ലേ, അപ്പൊ സരോജിനി നഗറിൽ നമ്മൾ പോയി, അത് കഴിഞ്ഞിട്ട് നമ്മൾ CP-യിൽ വന്നു. അങ്ങനെ കാര്യങ്ങള്. നെക്സ്റ്റ് നമ്മള് നേരെ ജയ്പൂർ വേണ്ടി പോകാൻ നിൽക്കുക. അപ്പൊ അതൊക്കെ അടുത്ത വീഡിയോ കാണാം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ കൂടി കയറാം. ബൈ ബൈ പറ. ബൈ.